തീ അണയ്ക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലേക്ക് കടക്കുകയാണ്. എയർപോർട്ടിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ അവരുടെ യൂണിറ്റ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് സുനിലാണ്. അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇതാ തീ അണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. നേരത്തെ പലവട്ടം ഇത്തരത്തിൽ എഞ്ചിനുകൾ ഇവിടേക്ക് എത്തിക്കണം എന്നൊരു നിർദ്ദേശം ആവശ്യമുയർന്നിരുന്നു. അന്നൊക്കെ അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും അത് എത്താത്തൊരു സാഹചര്യം ഉണ്ടായി. 2007 മിഠായിത്തെരുവില്, അതിനുശേഷം പാളയത്ത്, പിന്നെ ഇപ്പം അടുത്ത് മറ്റേ ബസ് സ്റ്റാൻഡ്, അവിടെയൊക്കെ തീപിടുത്തമുണ്ടാകുമ്പോഴും നമ്മൾ അധികാരികളോട് പറയുന്നത് കോഴിക്കോട് നഗരത്തിൽ എയർപോർട്ടിലുള്ള പാന്തർ പോലെ ആ സംവിധാനത്തിലുള്ള ഒരു മെഷീന് ഉടനടി കോഴിക്കോട് വേണം. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ വികസിക്കുന്ന നഗരമാണ്. ഇതുപോലുള്ള വലിയ സ്ഥാപനങ്ങൾക്ക് തീപിടിച്ചാൽ ഈ പറയുന്ന ഫയർ എഞ്ചിനുമായിട്ട് അവരെ കൊണ്ട് കഴിയില്ല. ഇപ്പോൾ കോഴിക്കോട് ഞാൻ കളക്ടറേറ്റ് ബന്ധപ്പെട്ടപ്പോൾ കളക്ടർ പറഞ്ഞ് ഞാൻ 6:30 തന്നെ കളക്ടറേറ്റ് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എയർപോർട്ടിലേക്ക് അതിനുള്ള സംവിധാനത്തിന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് ആ മിഷൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ ഏകദേശം കത്തി പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചിലുണ്ടായിരുന്ന ഫയർ സ്റ്റേഷൻ എന്തുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്? 2-3 എഞ്ചിനാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ബാക്കിയൊക്കെ വെള്ളിമാട് കുന്നിലേക്കും മീഞ്ചന്തയിലേക്കും വിട്ടിട്ട് കോഴിക്കോട് നഗരത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനം തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് കെടുത്താനുള്ള സംവിധാനം ആളുകൾ ഇതുണ്ടാകുമ്പോൾ നാളെ മറ്റന്നാൾ യോഗം കൂടും. ഇത്തരത്തിലുള്ള സംവിധാനം കഴിഞ്ഞ മുനീർ മിനിസ്റ്റർ മന്ത്രിയായിരിക്കാനുള്ള സമയത്താണ് നമ്മൾ ഇത് ആവശ്യപ്പെട്ടപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ടാക്കുക, പെട്ടെന്ന് തന്നെ കോഴിക്കോട് നഗരത്തിൽ ഇതുപോലുള്ള ഒരു ആധുനിക ഫയർ എഞ്ചിൻ ഉണ്ടാക്കുക എന്ന് അന്ന് ഉറപ്പെന്നാ. പക്ഷേ അത് നടപ്പിലാവുന്നില്ല. ഇനി എത്രയും പെട്ടെന്ന് കോഴിക്കോടിന് ഈ ആവശ്യം ഉന്നയിച്ച് ഏകോപന സമിതി സമരരംഗത്തേക്ക് ഇറങ്ങും.